അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനത്തിൽ വിശദീകരണവുമായി മന്ത്രി MP രാജേഷ്. ക്രെഡിറ്റ് മോദിക്കാണെന്ന് ഒരു കൂട്ടർ പറയുന്നുണ്ട്. എന്നാൽ ഇന്ത്യ മുഴുവൻ അതിദരിദ്രർ ഇല്ലാതാക്കിയ ശേഷം ക്രെഡിറ്റ് എടുക്കാം എന്ന് MP രാജേഷ് പറഞ്ഞു. ഇതൊരു സുപ്രഭാതത്തിലെടുത്ത തീരുമാനമല്ലെന്നും ആദ്യ മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനമാണെന്നും അദ്ദേഹം പറഞ്ഞു. അവരെ റേഷൻ കാർഡ്, ആധാർ ഇതൊന്നുമില്ലാത്ത, തിരിച്ചറിയാൻ ഐഡന്റിറ്റി വ്യക്തമാക്കുന്ന രേഖകൾ പോലും ഇല്ലാത്ത ആളുകൾ, അവരെ അതിദരിദ്രരായിട്ട് കണ്ടത്, നിർവചിച്ചത്. സദൃശരായിട്ടുള്ള ആളുകൾ എന്ന് നമുക്ക് പറയാം. ജീവിച്ചിരിപ്പുണ്ട്, രേഖയില്ല, ആധാറില്ല, റേഷൻ കാർഡില്ല, തങ്ങൾ എന്തും തെളിയിക്കുന്ന ഒരു രേഖയുമില്ലാത്ത ഏറ്റവും നിസ്സഹായരായ മനുഷ്യർ. അവർക്ക് അതിജീവിക്കണമെങ്കിൽ സർക്കാരിന്റെയും സമൂഹത്തിന്റെയും പിന്തുണ കൊണ്ട് മാത്രമേ കഴിയൂ. ഇപ്പോ പല മാധ്യമ പ്രവർത്തകരും വളരെ ഗൗരവമായിട്ട് കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്ന പലരും ഇത്തരം ഗുണഭോക്താക്കളുടെ വീടുകൾ അന്വേഷിച്ചു പോയ ശേഷം ആ അനുഭവങ്ങൾ ഞങ്ങളോട് പറയുണ്ടായി. എന്നോട് നേരിട്ട് പറഞ്ഞവരുണ്ട്, ഇങ്ങനൊരു പദ്ധതി ഇല്ലായിരുന്നെങ്കിൽ അവർക്ക് ജീവിക്കാൻ, മുന്നോട്ട് പോകാൻ കഴിയില്ലായിരുന്നു എന്നത് അവർ പലരും അത് റിപ്പോർട്ട് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അതാണ് അതിദാരിദ്ര്യം എന്നതുകൊണ്ട് നിർവചിച്ചത്. ഈ കത്തിൽ ഒരു വലിയ കൺഫ്യൂഷൻ ഉള്ളതായിട്ടാണ്, വിദഗ്ധർക്ക് ഒരു കൺഫ്യൂഷൻ ഉള്ളതായിട്ടാണ് തോന്നുന്നത്. അത് അതിദാരിദ്ര്യവും ദാരിദ്ര്യവും തമ്മിലുള്ള വ്യത്യാസമാണ്. അതായത് കത്തിൽ ആദ്യം തന്നെ പറയുന്ന ഒരു കാര്യം, 2021 ജൂലൈ മുതൽ തുടർന്നു വന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിലൂടെ ദാരിദ്ര്യമുക്തമാക്കി എന്നാണ് സർക്കാരിന്റെ അവകാശവാദം. അതല്ല സർക്കാരിന്റെ അവകാശവാദം. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയിലൂടെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്തു എന്നതാണ്. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ പല കാരണങ്ങൾ കൊണ്ട് ദാരിദ്ര്യമുള്ളവരുണ്ടാവും. പക്ഷെ അവർക്കും വരുമാനം, തൊഴിൽ ശേഷി എന്നിവയൊക്കെ വെച്ച് ചുരുങ്ങിയ നിലയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തവരാണ് അതിദരിദ്രരായിട്ടുള്ള ആളുകൾ. അടിസ്ഥാന സേവനങ്ങൾ പോലും ലഭിക്കാത്തവർ, അടിസ്ഥാന രേഖകൾ പോലും ഇല്ലാത്തവർ, അവരെ അതിൽ നിന്ന് രക്ഷിക്കുക എന്നതായിരുന്നു ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഉദ്ദേശം. ഞാൻ ആ ക്ലേശഘടകങ്ങൾ, തീവ്ര ക്ലേശഘടകങ്ങൾ മുഴുവൻ വളരെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളായാലും മുഴുവൻ ഇപ്പോൾ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. പിന്നെ ഞാൻ അത്ഭുതപ്പെടുന്ന കാര്യം, ജിയോ വായിച്ചിട്ടില്ല എന്നത് പോകട്ടെ, എന്താണ് അതിദാരിദ്ര്യത്തെ നിർവഹിച്ചത് എന്ന കാര്യം, അക്കാര്യത്തിൽ അവന് ഒരു വ്യക്തതയുള്ളതായിട്ട് ആ കത്ത് കണ്ടപ്പോൾ തോന്നിയില്ല. ഇനി ഇതിന് സ്വീകരിച്ച പ്രക്രിയ എന്താണ്, അതും വിശദമായി തന്നെ ജിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സർക്കാർ ആരെയും അറിയിക്കാതെ ഒരു പ്രഖ്യാപനം നടത്തി. ചോദ്യം ചോദിക്കുന്നത്, എങ്ങനെയാണ് അവരെ കണ്ടെത്തിയത്, എന്ത് ഡേറ്റയാണ് ഇതിന് ഉപയോഗിച്ചത്, എന്ത് പഠനമാണ് നടത്തിയത് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഒന്ന്, മാർഗരേഖ. ഞാൻ നേരത്തെ പറഞ്ഞു മാർഗരേഖ. ഇത് അതിദരിദ്രരെ കണ്ടെത്താൻ ഉള്ള പ്രക്രിയ വിശദീകരിക്കുന്ന കൈപ്പുസ്തകം കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ പ്രസിദ്ധീകരിച്ചതാണ് ഈ കൈപ്പുസ്തകം. ആ കൈപ്പുസ്തകത്തിന്റെ അധ്യായം 3 കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണ് അതിദരിദ്രരെ കണ്ടെത്തുന്ന പ്രക്രിയ എന്നത് കൃത്യമായി തന്നെ അതിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ പ്രതീക്ഷിക്കുക, സാധാരണക്കാരല്ലേ പറയുന്നത്, ഇതെല്ലാം പൊതുമണ്ഡലത്തിൽ ലഭ്യമായതും ഒക്കെ ആയതുകൊണ്ട് ഇവർ കാണും എന്നുള്ളതല്ലേ, ഇവരത് വായിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണല്ലോ പ്രതീക്ഷിക്കുക. വിശദ മാർഗരേഖ പുറത്തിറക്കിയതാണ്. അത് വായിച്ചിരുന്നെങ്കിൽ ചോദ്യങ്ങൾ ഉന്നയിക്കില്ലായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. കൂടാതെ ആരാണ് അതിദരിദ്രർ എന്ന് നിർണയിച്ചത് എങ്ങനെയെന്ന് വിശദമാക്കിയതാണ്. ഇതുവരെ ഒരു സർക്കാർ പദ്ധതിയുടെയും ആനുകൂല്യം ലഭിക്കാത്തവരാണ് ഉൾപ്പെട്ടത്. അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്തു എന്നാണ് അവകാശവാദം. ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്തു എന്നല്ല. വിഷയത്തിൽ വിദഗ്ധർ ഇതുവരെ എന്തുകൊണ്ട് ചോദ്യങ്ങൾ ഉന്നയിച്ചില്ല? ചൂണ്ടിക്കാണിച്ചെങ്കിൽ അഡ്രസ് ചെയ്യാമായിരുന്നു. സർക്കാർ നിഗൂഢമായി ചെയ്ത പദ്ധതിയല്ല ഇതെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. രാജ്യത്തെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമെന്ന പ്രഖ്യാപനം കേരളം നാളെ നടത്താനൊരുങ്ങുകയാണ്. അപ്പോഴും അതീവ ദുരിതാവസ്ഥയിൽ കഴിയുന്ന നിരവധി കുടുംബങ്ങൾ കേരളത്തിൽ ഇപ്പോഴുമുണ്ട്. അതിദരിദ്രർക്കായി തയ്യാറാക്കിയ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടുവാൻ അർഹതയുള്ള പലരും
പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല. ആദിവാസി കോളനികളിലടക്കം നിരവധി പേർ ദുരിതജീവിതം നയിക്കുമ്പോൾ തിരക്ക് പിടിച്ച് നടത്തുന്ന പ്രഖ്യാപനം കേവലമായ അവകാശവാദം മാത്രമാകുമെന്ന വിമർശനം താഴെത്തട്ടിലുണ്ട്. കോടഞ്ചേരി പഞ്ചായത്തിലെ വട്ടച്ചിറ പണിയ കോളനിയിലെ ബിന്ദു വീടിനായുള്ള കാത്തിരിപ്പ് തുടങ്ങിയിട്ട് വർഷങ്ങളായി. സർക്കാരിൽ നിന്ന് വീട് പാസ്സായെന്ന അറിയിപ്പ് കിട്ടിയതോടെയായിരുന്നു താമസിച്ചിരുന്ന കൊച്ചുകൂര പൊളിച്ച് പ്ലാസ്റ്റിക് വലിച്ചു കെട്ടിയ ഷെഡിലേക്ക് മാറിയത്. എന്നാൽ നിർമ്മിതി കേന്ദ്രം തുടങ്ങിയ വീട് പണിത്തറയിൽ തന്നെ ഒതുങ്ങി. കരാറുകാർ ഈ വഴി വരാറായി. തറയിൽ കാട് കയറി തുടങ്ങി. ഇതിനിടെ കാറ്റിലും മഴയിലും തകർന്ന ഷെഡ് പലവട്ടം മാറ്റി. വീട്ടുമുറ്റം വരെ എത്തുന്ന കാട്ടാനക്കൂട്ടം ഏത് നിമിഷവും ഷെഡ് തകർക്കാമെന്ന ഭീതിയിൽ ബിന്ദു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഏക മകളെ മുതുകാടുള്ള സ്വന്തം വീട്ടിലാക്കി. ഭർത്താവ് ബാബു വയറിന് 2 വട്ടം ശസ്ത്രക്രിയ കഴിഞ്ഞുള്ള തുടർ ചികിത്സയിലായതിനാൽ മിനിക്ക് വല്ലപ്പോഴും മാത്രമേ കൂലിവേലയ്ക്ക് പോകുവാനാകൂ. ഇത്രയെല്ലാമായിട്ടും ബാബുവും ബിന്ദുവും സർക്കാർ തയ്യാറാക്കിയ അതിദരിദ്രരുടെ പട്ടികയിലില്ല. യാതൊരു വരുമാന മാർഗങ്ങളോ വീട് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളോ ഇല്ലാത്തവരും ആഹാരത്തിന് പോലും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്നവരുമെല്ലാമാണ് അതിദരിദ്രരെന്നാണ് സർക്കാർ മാനദണ്ഡം. ഇത് പ്രകാരം കോടഞ്ചേരി പഞ്ചായത്ത് തയ്യാറാക്കിയ പട്ടികയിൽ 72 കുടുംബങ്ങളാണ് ഉൾപ്പെട്ടത്. വീടില്ലാത്ത 8 കുടുംബങ്ങൾക്ക് വീടും മറ്റുള്ളവർക്ക് അവർ നേരിടുന്ന ക്ലേശഘടകങ്ങൾ മറികടക്കാനാവശ്യമായ സഹായവും നൽകാനായില്ലെങ്കിലും അതീവ ദുരിതത്തിൽ കഴിയുന്ന നിരവധി കുടുംബങ്ങൾ പട്ടികയ്ക്ക് പുറത്തുണ്ട് എന്ന യാഥാർത്ഥ്യം പഞ്ചായത്ത് ഭരണസമിതി സമ്മതിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു.